ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് അവസാന മണിക്കൂറുകളാണ്? ഒരു ട്രെൻഡ് ഇപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു? ട്രെൻഡിന്റെ പ്രശ്നമില്ല, ഉറപ്പായി ജയിക്കും. ട്രെൻഡൊന്നുമല്ല, ഉറപ്പായിട്ട് നല്ല ഭൂരിപക്ഷത്തിന് LDF ഇത്തവണ ജയിക്കും. ഇത്രയും ദിവസം നമ്മൾ പ്രചരണത്തിൽ ഉന്നയിച്ച പല വിഷയങ്ങളും, കിഫ്ബി ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും അത് ജനങ്ങൾ വേണ്ട രീതിയിൽ ഏറ്റെടുത്തു എന്ന് അങ്ങേക്കിപ്പോൾ ഒരു വിലയിരുത്തലുണ്ടോ? വിഷയങ്ങളെല്ലാം ജനങ്ങൾ വേണ്ട രീതിയിൽ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ മുഖ്യമായിട്ടുള്ള പ്രവണത നിയമസഭയിൽ LDF 7 സീറ്റും LDFനാണ്, പക്ഷെ ലോക്സഭയിൽ UDFന്. ഇതാണ് ഇവിടുത്തെ മുഖ്യ സ്വഭാവം, വോട്ടിംഗ് പാറ്റേൺ. അതിന് കാരണം ചില വിഭാഗങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത്, മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങൾ, ഇവര് നിയമസഭയിൽ LDFനൊപ്പം അല്ലാതെ ഇങ്ങനെ 7 സീറ്റ് ജയിക്കാൻ സാധ്യമല്ല. അതേസമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനോടൊപ്പം പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇത്തവണ ആ പാറ്റേൺ മാറും. ഇന്നിപ്പോൾ DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ ജില്ലാ ഭരണാധികാരിക്ക് ഒരു പരാതി നൽകിയത് CPMന്റെ നേതൃത്വത്തിൽ 1 ലക്ഷത്തോളം കള്ളവോട്ടുകൾ ചെയ്യാൻ ഇക്കുറി സാധ്യതയുണ്ട്. അവരതിന് കാരണമായി പറയുന്നത് സഹകരണ ബാങ്കുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPMന്റെ നേതൃത്വത്തിൽ സ്ഥിരമായി കള്ളവോട്ട് ചെയ്യുന്ന ആ പാറ്റേൺ തന്നെ അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഭരണാധികാരിക്ക് DCC പ്രസിഡന്റ് തന്നെ നേരിട്ടൊരു പരാതി കൊടുത്തിരിക്കുന്നത്. എത്ര വോട്ടാ? 1 ലക്ഷം വോട്ട്. ഒരു ചിരിപ്പിച്ച് നമ്മള് കൊല്ലുമല്ലോ ഈ കക്ഷികൾ. ഇതേ പരാജയ ഭീതി എന്ന് വരുന്നതാണ്. തോൽവി അനിവാര്യമാണെന്ന് കണ്ടിട്ട് മുൻകൂട്ടി ഒരു കാരണം കണ്ടെത്തുകയാണ്. ഞാൻ കോൺഗ്രസിനോട് പറയാം, ശക്തമായിട്ട് ഈ പോയിന്റ് ഉന്നയിക്കണമെന്ന്. എന്നിട്ട് എല്ലാ വിധത്തിലുള്ള കള്ളോട്ടും തടയണം. വേണമെങ്കിൽ എന്റെ സഹായം കൂടി ചെയ്തു തരാം. അല്ലാതെ എന്താ പറയണേ, 1 ലക്ഷം കള്ളോട്ട് വെച്ച സെൻസ് ഓഫ് പ്രൊപ്പോർഷനൊക്കെ വേണ്ടി കക്ഷികൾക്ക്. അത് പ്രധാനമായും ഈ മരണമടഞ്ഞ ആളുകൾ, അവരുടെയൊക്കെ പേര് ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടില്ല. പിന്നെ വോട്ടെടുപ്പിന്റെ അന്ന് ഇവിടെ ഇല്ലാത്ത ആളുകൾ, ദൂരദേശത്ത് താമസിക്കുന്നവർ, അതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അത്തരത്തിലൊരു ശ്രമം CPMന്റെ ഭാഗത്തു നിന്ന് നടക്കുമെന്നാണ് അവർ പറയുന്നത്. മാറ്റാനായിട്ട് കോൺഗ്രസ് ഇഷ്ടം പോലെ സമയം കൊടുത്തിരുന്നല്ലോ, അവരൊന്നും ചെയ്തില്ലേ? ഇപ്പോഴാ തെരഞ്ഞെടുപ്പിനെ ഓർത്തത്? എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒറ്റ കാരണമുള്ളൂ, തോൽവി അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം കാരണങ്ങൾ മുൻകൂട്ടി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ നന്ദകുമാർ വീണ്ടും അനിൽ ആന്റണിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ചില തെളിവുകളൊക്കെ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. വീണ്ടും ആ ഒരു ചർച്ചകൾ കൂടി പുരോഗമിക്കുന്നുണ്ട്. അത് ഈ വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും ബാധിക്കുക വോട്ടർമാരിൽ? അനിൽ ആന്റണി വിശദീകരിക്കണം. അദ്ദേഹത്തിനെതിരായിട്ട് ഗൗരവമായ ആരോപണങ്ങളാണ്. ഞങ്ങളെടുത്ത് ആവർത്തിക്കുന്നൊന്നുമില്ല, പക്ഷെ അദ്ദേഹം വിശദീകരിക്കണം. പൊതുമണ്ഡലത്തിലല്ലേ ആരോപണം വന്നിട്ടുള്ളത്? ആന്റോ ആന്റണിക്കെതിരായിട്ടും ആരോപണം ഉന്നയിച്ചു, അത് അദ്ദേഹം വിശദീകരിക്കണം. ബാങ്കുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഏറ്റെടുത്തിട്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ നടക്കുന്നില്ല. പക്ഷേ അന്യോന്യം ചെളിവാരി എറിയല്ലേ. അപ്പം മിനിമം ഒന്ന് കഴുകിക്കളഞ്ഞിട്ടേ ജനങ്ങളോട് ഈ കാര്യം എന്താണ് നടന്നിട്ടുള്ളതെന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത 2 പേർക്കും ഉണ്ട്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്? 50,000 വോട്ടുണ്ട്. 50,000. കഴിഞ്ഞ തവണ ആന്റണി 1ാം സ്ഥാനത്ത് വന്നു, LDF വീണ ജോർജ് 2ാം സ്ഥാനത്ത് വന്നു, K സുരേന്ദ്രൻ 3ാം സ്ഥാനത്ത്. കഴിഞ്ഞ തവണ വീണ ജോർജ് നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ നേടും. വലിയ ആത്മവിശ്വാസം തന്നെ. കണ്ടിട്ട് ആത്മവിശ്വാസക്കുറവില്ലെന്ന് തോന്നിയോ? തോമസ് ഐസക് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ ഇലക്ഷൻ പ്രചരണത്തിന്റെ ആ തിരക്കൊക്കെ തീരാൻ പോവുകയാണ്. ദീർഘനാൾ 4 ആഴ്ചയോളം ഏകദേശം തുടർച്ചയായിട്ടുള്ള ഇലക്ഷൻ പ്രചാരണത്തിൽ തന്നെയായിരുന്നു സ്ഥാനാർത്ഥികൾ. ഏതായാലും LDFന് വലിയ വിജയപ്രതീക്ഷയാണ്. LDF ഉറപ്പായും ഇക്കുറി ലോക്സഭാ മണ്ഡലത്തിൽ, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.